12 ലക്ഷത്തിൽ മേലെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് ലയബിലിറ്റിയോട് കൂടിയിട്ട് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. ആക്ച്വലി 4 ലക്ഷം തൊട്ട് 12 ലക്ഷം വരെ എന്ന് പറയുന്നത് ടാക്സ് ഇല്ല എന്നല്ല, ആക്ച്വലി ഇവിടെ ടാക്സ് വരുന്നുണ്ട്. സുബിനെ അങ്ങനെയാണെങ്കിൽ ഒരു പവനോ ഒരു 1.5 പവനോ വിൽക്കുന്നവർ പോലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരാളുടെ സാലറി എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. ഇദ്ദേഹം സ്വർണ്ണോ വീടോ ഓഹരിയോ വിറ്റിട്ട് 5 ലക്ഷം രൂപ ലാഭം കിട്ടിയെന്ന് വിചാരിക്കും. അപ്പം നമ്മൾ നോക്കുമ്പോൾ വരുമാനം 12 ലക്ഷത്തിൽ താഴെയാണ്. അപ്പോൾ പലരും വിചാരിക്കുന്നത് 12 ലക്ഷത്തിൽ താഴെയായി കാരണം ടാക്സ് ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, അവിടുത്തെ സെനാരിയോ വേറെയാണ്. ക്രിപ്റ്റോ കറൻസി ഒക്കെ പോലെ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്, അതുപോലെ ഫോറക്സ് ട്രേഡ് ചെയ്യുന്നവരുണ്ട്. ഇവരുടെയൊക്കെ കേസിൽ എന്താണ് വരിക? ഒരു പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ ഉണ്ട്, പക്ഷെ നമുക്കതിൽ ലാഭമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട് എന്നിട്ട് റിട്ടേൺ ഫയൽ ചെയ്യണില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തവണ ഒരുപക്ഷെ പിടി വരാൻ സാധ്യത കൂടുതലായിരിക്കും. 5 ലക്ഷത്തിനോ 10 ലക്ഷത്തിൽ കൂടുതലായിരിക്കും സ്വർണം വാങ്ങിച്ചേക്കുന്നത്, വിറ്റേക്കുന്നത് 50 ലക്ഷത്തിനായിരിക്കും. അപ്പോൾ ഇതിൽ ആ ഡിഫറൻസ് ഉണ്ടല്ലോ, ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഒരു ക്യാപിറ്റൽ ഗെയിൻ ആണ്. നമുക്ക് നോട്ടീസ് കിട്ടി, നമ്മൾ എന്താ ചെയ്യേണ്ടത്? വ്യക്തികളുടെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള ദിവസം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേക്കുറിച്ചുള്ള ഒരുപാട് വാർത്തകൾ നമുക്ക് ചുറ്റും എന്നും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പലപ്പോഴും തോന്നുന്ന ചില സംശയങ്ങളുണ്ട്. ഞാൻ റിട്ടേൺ സമർപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി ഞാൻ റിട്ടേൺ സമർപ്പിക്കാൻ വൈകിയാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഏത് ഫോമിലാണ് ഞാൻ റിട്ടേൺ സമർപ്പിക്കേണ്ടത്? ഇങ്ങനെ കുറേ സംശയങ്ങൾ ഓരോരുത്തർക്കും ഉണ്ട്. ഇത്തരം ചില സംശയങ്ങളെക്കുറിച്ച് നമുക്കിന്ന് അറിയാം. നമ്മോടൊപ്പം ഉള്ളത് പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ സുബിൻ VR ആണ്. നമസ്കാരം സുബിൻ. പ്രോഫിറ്റ് ഫിനാൻസിലേക്ക് സ്വാഗതം. സുബിൻ, ഞാൻ ഈ പറഞ്ഞതുപോലെ ജൂലൈ 31 ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേ ആണ്. ഇതേക്കുറിച്ച് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്, ഒരുപാട് പേര് റിട്ടേൺ സമർപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ എങ്കിലും ഇതേക്കുറിച്ച് ഒരുപാട് പേർക്ക് ധാരാളം സംശയങ്ങളുണ്ട്. ആദ്യം തന്നെ ചോദിക്കട്ടെ, എല്ലാവരും ടാക്സ് റിട്ടേൺ സമർപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? വ്യക്തികൾ എല്ലാവരും സമർപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാവരും സമർപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ആദായ നികുതിയാണല്ലോ. അപ്പോൾ ഒരു വരുമാനം ഒരു പർട്ടിക്കുലർ ലിമിറ്റ് കഴിയുമ്പോഴാണ് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ന്യൂ ടാക്സ് റിജീമാണ് ഓൾമോസ്റ്റ് എല്ലാവരും ഒപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം തന്നെ ഒരു 4 ലക്ഷം രൂപയിൽ കൂടുതലാണ് ഒരാളുടെ വരുമാനം എന്ന് കരുതും. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ റിട്ടേൺ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് എന്ത് വരുമാനം? ശമ്പള വരുമാനം മാത്രമാണോ? എങ്ങനെയാണ്? ഇല്ല, എല്ലാ വരുമാനങ്ങളും അതായത് ആദായ നികുതി നിയമപ്രകാരം ശമ്പളം മാത്രമല്ല വരുമാനമുള്ളത്, എല്ലാ വരുമാനങ്ങളും കൂടി കൂട്ടിയിട്ട്. ഒരാൾക്ക് ശമ്പളമുണ്ട്, എന്തായാലും ഒരാൾക്ക് ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഡിവിഡൻഡോ അല്ലെങ്കിൽ ഇപ്പോൾ ഷെയർ മാർക്കറ്റിൽ നിന്നോ അങ്ങനെ എല്ലാ വരുമാനങ്ങളും കൂട്ടിയിട്ട് 4 ലക്ഷം രൂപയെക്കാട്ടും കൂടുതലുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെ ആളുകളെ ഏതൊക്കെ ഫോമിലാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? സാധാരണ സാലറി മാത്രമായിട്ടുള്ള ആളാണെന്ന് വിചാരിക്കും. സാലറി അല്ലെങ്കിൽ പലിശയുണ്ട്, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കുള്ളതാണ് ITR 1 എന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഫോം വരുന്നത്. ITR 1 ആണ്. അതിലും ചില എക്സെപ്ഷൻസ് ഉള്ളതെന്ന് പറയുന്നത്, ഇപ്പോൾ ഒരാൾക്ക് സാലറി തന്നെയാണ് പക്ഷേ 50 ലക്ഷം രൂപയെക്കാട്ടും കൂടുതലാണ് വരുമാനം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ITR 1 എന്നുള്ള ഫോം യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി അടുത്ത ഫോം എന്ന് പറയുന്നത് ITR 2 എന്നുള്ള ഫോം. നമുക്കിപ്പോൾ സാലറിക്ക് പുറമെ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ക്യാപിറ്റൽ ഗെയിനൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണില്ലേ, അപ്പോൾ അതിൽ നിന്നും ക്യാപിറ്റൽ ഗെയിനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ITR 2 എന്നുള്ള ഫോമാണ് നമുക്കതിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ്റെ ഒരു റിട്ടേൺ ആണ് ITR 2 എന്ന് പറയുന്നത്. ഇനി ITR 3 അല്ലെങ്കിൽ ITR 4 എന്ന് പറഞ്ഞ ഫോമുകൾ എന്ന് പറയുന്നത് ഒരു ബിസിനസ് റിട്ടേൺ ആണ്. ITR 4 എന്ന് പറഞ്ഞാൽ നമ്മൾ ITR 1 വളരെ സിമ്പിളായിട്ടുള്ള ഒരു റിട്ടേൺ ആണെന്ന് പറഞ്ഞല്ലോ. അതേപോലെ ബിസിനസ്സുകാർക്കുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രിസെംപ്റ്റീവ് ടാക്സേഷൻ്റെ റിട്ടേൺ ആണ് ITR 4 എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കുറച്ച് കണ്ടീഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ആർക്കൊക്കെയാണ് ITR 4 ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ചെറുകിട ബിസിനസ്സുകാരുണ്ടല്ലോ, അവർക്കാണ് ITR 4. ഇത് ഓഡിറ്റൊന്നും വരാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ITR 4 ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതല്ല, ITR 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് റിട്ടേൺ ഉണ്ടല്ലോ. ഇപ്പോൾ ഓഡിറ്റുള്ള ആളുകൾ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഫേമിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പാർട്ട്ണറാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു ബിസിനസ്സുകാരുടെ റിട്ടേൺ ആണ് ITR 4 എന്ന് പറയുന്നത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അതായത് ITR 3 എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിട്ടേൺ ആണ്. അതായത് നമ്മൾ ബാലൻസ് ഷീറ്റ്, P&L ഇങ്ങനെയൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിട്ടേൺ ആണ് ITR 3 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് റിട്ടേൺ ഫയൽ ചെയ്യണം എന്നത് നമ്മൾ ഒരു കൂട്ടരുണ്ടല്ലോ, ഈ ഡോക്ടർമാർ, അങ്ങനെ പ്രൊഫഷണൽസ് ഉണ്ടല്ലോ, ആർക്കിടെക്ട്സ്, അങ്ങനെയുള്ള സർവീസ് കൊടുക്കുന്നവരുണ്ടാവുമല്ലോ, അവരുടെ ഫയലിംഗ് എങ്ങനെയാണ്? അവരുടെ റിട്ടേണും നമ്മൾ ഈ ITR 4 എന്നുള്ള ഫോം ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ ബിസിനസ്സുകാർക്ക് മാത്രമല്ല, ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ് അല്ലെങ്കിൽ പ്രൊഫഷണൽസ്, അവർക്ക് ഈ പ്രിസെംപ്റ്റീവ് ടാക്സേഷൻ ഓപ്റ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ അവരുടെ വരുമാനം 50 ലക്ഷത്തിലും താഴെയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ITR 4 ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൽ 50% ഇൻകം ഓഫർ ചെയ്താൽ മതി.
75 ലാക്സ് വരെ പോവാം, പ്രൊവൈഡഡ് 95% ഓഫ് റെസീറ്റ്സ് ഉണ്ടല്ലോ ബാങ്കിൽ കൂടിയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് 75 ലാക്സ് വരെ ഈ ITR 4 നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സുബിൻ ഇപ്പോൾ പറഞ്ഞതുപോലെ പുതിയ ടാക്സ് റെജീം അനുസരിച്ച് 4 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം രൂപ വരെയാണ് നമുക്ക് ഇളവ് കിട്ടുക. ഇത് ശരിക്കും സ്ട്രിക്ട്ലി അങ്ങനെ തന്നെയാണോ, അതോ ഇതിനകത്ത് എന്തെങ്കിലും ഇളവുകളോ, അല്ലെങ്കിൽ 12 ലക്ഷത്തിന് ശേഷമുള്ള അവസ്ഥ എന്താണ്? 12 ലക്ഷത്തിൽ മേലെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് ലയബിലിറ്റിയോട് കൂടിയിട്ട് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. ആക്ച്വലി 4 ലക്ഷം തൊട്ട് 12 ലക്ഷം വരെ എന്ന് പറയുന്നത് ടാക്സ് ഇല്ല എന്നല്ല, ആക്ച്വലി ഇവിടെ ടാക്സ് വരുന്നുണ്ട്. ഉദാഹരണത്തിന് 12 ലക്ഷമാണ് ഒരാളുടെ വരുമാനം എന്ന് കരുതും. അങ്ങനെയാണെങ്കിൽ 60,000 രൂപ അവിടെ ടാക്സ് വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വരുമാനം 12 ലക്ഷം അതിൽ താഴെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം ടാക്സ് അടയ്ക്കേണ്ട എന്നാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ടാക്സ് വരുന്നുണ്ട്, അതൊരു ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടുകയാണ്, അത് ടാക്സ് അടയ്ക്കേണ്ട. അപ്പോൾ 12 ലക്ഷത്തിനേക്കാട്ടും കൂടുതൽ വരുമാനം വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. പക്ഷേ അവിടെ ഒരു മാർജിനൽ റിലീഫിൻ്റെ ഒരു കൺസെപ്റ്റ് കൂടിയുണ്ട്. പക്ഷേ ഒരാളുടെ വരുമാനം 12,10,000 ആണെന്ന് വിചാരിക്കും. 12 ലക്ഷമുള്ള ആൾ ഒന്നും അടയ്ക്കേണ്ട, 12,10,000 ഉള്ള ആൾ വലിയൊരു ടാക്സ് അടയ്ക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ എത്രയാണോ ഈ 12 ലക്ഷത്തിൽ നിന്ന് എക്സീഡ് ചെയ്തത്, ഇപ്പോൾ 10,000 റുപ്പീസ് ആണല്ലോ എക്സീഡ് ചെയ്തത്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടാക്സും 10,000 റുപ്പീസ് ആയിരിക്കും. അങ്ങനെയാണ് അത് പോകുന്നത്. കുറച്ച് ലിമിറ്റ് വരെ അങ്ങനെയാണ് പോകുന്നത്. സേ ഒരു 12,75,000 റുപ്പീസ് വരെ ഇങ്ങനെ ഒരു ലിമിറ്റ് വെച്ചിട്ടാണ് പോകുന്നത്. ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്ന കാറ്റഗറി ഇതാണോ വരിക? അല്ല, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാലറീഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ന്യൂ ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 75,000 റുപ്പീസ് വരെ അദ്ദേഹത്തിന് ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ 12,75,000 ആണെന്ന് വിചാരിക്കും. 75,000 ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് ചിലപ്പോൾ ടാക്സ് ഒന്നും വരില്ല. കാരണം 75,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, 12 ലക്ഷത്തിൽ താഴെ വരുമാനം. ശരി. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഒരാൾ അയാളുടെ സ്വർണം വിറ്റു, അതല്ലെങ്കിൽ ഭൂമി വിറ്റു, വീട് വിറ്റു, അല്ലെങ്കിൽ ഷെയർ വിറ്റു, ഇങ്ങനെയൊക്കെ കിട്ടുന്ന നേട്ടമുണ്ടല്ലോ, അത് നമ്മൾ ഇതിൽ പരിഗണിക്കുമോ? ഇല്ല, അതാണ് അവിടെ ചെറിയൊരു വ്യത്യാസമുള്ളത്. പല ആളുകളുടെ ഒരു കൺഫ്യൂഷൻ അതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാളുടെ സാലറി എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. ഇദ്ദേഹം സ്വർണ്ണമോ വീടോ ഓഹരിയോ വിറ്റിട്ട് 5 ലക്ഷം രൂപ ലാഭം കിട്ടിയെന്ന് വിചാരിക്കും. അപ്പം നമ്മൾ നോക്കുമ്പോൾ വരുമാനം 12 ലക്ഷത്തിൽ താഴെയാണ്. അപ്പോൾ പലരും വിചാരിക്കുന്നത് 12 ലക്ഷത്തിൽ താഴെയായി കാരണം ടാക്സ് ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, അവിടുത്തെ സെനാരിയോ വേറെയാണ്. അതായത് നമുക്ക് ഈ 12 ലക്ഷത്തിലും താഴെ ടാക്സ് വരാത്ത സെനാരിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്ലാബ് റേറ്റിലുള്ള ടാക്സ് ഉണ്ടല്ലോ, അതായത് സാധാരണ സ്ലാബ് റേറ്റിലുള്ള ടാക്സ് ആണെങ്കിൽ മാത്രമാണ് 12 ലക്ഷത്തിലും താഴെയുള്ള വരുമാനത്തിന് ടാക്സ് അടയ്ക്കേണ്ടാത്ത സാഹചര്യം വരുന്നുള്ളൂ. അപ്പോൾ ഇതിനിടയിൽ ഫ്ലാറ്റ് റേറ്റ് ടാക്സുകളുണ്ടല്ലോ. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കിപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ ഓഹരി എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ 20% ഫ്ലാറ്റ് റേറ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള വരുമാനം 12 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ പോലും ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കണക്ക് കൂട്ടും. അതായത് ആ വരുമാനം എത്രയാണോ ഇൻറ്റു ഫ്ലാറ്റ് റേറ്റ്, അത് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസിയൊക്കെ പോലെ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്, അതുപോലെ ഫോറക്സ് ട്രേഡ് ചെയ്യുന്നവരുണ്ട്. ഇവരുടെയൊക്കെ കേസിൽ എന്താണ് വരിക? ഈ ക്രിപ്റ്റോ കറൻസിയുടെ സംഭവം നമ്മൾ ഇതിനകത്ത് കണക്കാക്കുന്നുണ്ടോ? ക്രിപ്റ്റോ കറൻസിയും ഇതുപോലെ തന്നെ ഫ്ലാറ്റ് റേറ്റിൽ വരുന്ന ഒരു ഐറ്റാണ്. 30%, അതായത് അത് എത്രയാണെന്നുണ്ടെങ്കിലും 30% ഫ്ലാറ്റ് റേറ്റിലാണ് വരുന്നത്. അപ്പോൾ അത് കാരണം തന്നെ ഈ 12 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ പോലും ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. പക്ഷേ അവിടെ ബേസിക് എക്സെംഷൻ ലിമിറ്റ് പോലും കിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ ക്രിപ്റ്റോ കറൻസി ചെയ്തു, 1 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടി എന്ന് വിചാരിക്കും, 4 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ പോലും ഇദ്ദേഹം ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അവിടെ ബേസിക് എക്സെംഷൻ പോലും ക്രിപ്റ്റോ കറൻസിക്ക് കിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? വരുമാനം ഇല്ലെങ്കിൽ പോലും നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വരുമാനമില്ലെങ്കിൽ പോലും റിട്ടേൺ ഫയൽ ചെയ്യേണ്ട അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നില്ല. പക്ഷേ നമ്മളൊരു ഹെവി ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ട് എന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സുജ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ 1 കോടി രൂപയുടെ ഒരു പ്രോപ്പർട്ടി വിറ്റു എന്ന് വിചാരിക്കും. ഇദ്ദേഹം വാങ്ങിച്ചത് ചിലപ്പോൾ 1 കോടിക്ക് തന്നെയായിരിക്കും ചിലപ്പോൾ ഇദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ടാവുക. പ്രോഫിറ്റ് ഒന്നുമില്ല. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആദായ നികുതി നിയമപ്രകാരം ഇദ്ദേഹം പ്രത്യേകിച്ച് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതോ അല്ലെന്നുണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ട സിറ്റുവേഷൻ വരുന്നില്ല. പക്ഷേ ഇത് റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല എന്ന് കരുതൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു ഹെവി ട്രാൻസാക്ഷൻ ആണല്ലോ, ഒരു ഹ്യൂജ് ഹൈ വാല്യൂ ട്രാൻസാക്ഷനാണ്. അപ്പോൾ അത് കാരണം തന്നെ ഇദ്ദേഹത്തിന് ഒരു നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നോട്ടീസ് ഒഴിവാക്കാനായിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ ഫയൽ ചെയ്യുന്നത് നന്നായിരിക്കും. ഈ നോട്ടീസ് എന്തിനായിരിക്കും വരിക? അതായത് ഒരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുപാട് ഇൻഫർമേഷൻ ആക്ച്വലി പല സെഗ്മെൻറ്റിൽ നിന്നും കളക്ട് ചെയ്യുന്നുണ്ട്. ഉദാഹരണം ഇപ്പോൾ ബാങ്ക് ആണെന്ന് വിചാരിക്കും.
അപ്പോൾ ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഒരാൾ ക്യാഷ് ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ 10 ലക്ഷം രൂപയെക്കാട്ടും കൂടുതൽ ഒരാളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഒറ്റ വൺ ടൈം ഡെപ്പോസിറ്റ് വേണമെന്നൊന്നുമില്ല, പലപ്പോഴായിട്ട് ഒരു വർഷം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് 10 ലക്ഷം രൂപയെക്കാട്ടും കൂടുതൽ FD ഉണ്ട് എന്ന് വിചാരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, 10 ലക്ഷം രൂപയ്ക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ 30 ലക്ഷം രൂപയെക്കാട്ടും കൂടുതൽ പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മേ ബി ഈ സിറ്റുവേഷനിൽ ചിലപ്പോൾ നമുക്ക് വരുമാനം ഉണ്ടായിക്കൊള്ളണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ ഉണ്ട്, പക്ഷേ നമുക്കതിൽ ലാഭമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട് എന്നിട്ട് റിട്ടേൺ ഫയൽ ചെയ്യണില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ഞാനിവിടെ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ കഴിഞ്ഞ 6 മാസമൊക്കെ ആയിട്ട്, ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് സ്വർണത്തിൻ്റെ വില കൂടി നിൽക്കുന്ന ഈ സമയത്ത് സ്വർണം വിറ്റിട്ട് ആൾക്കാർ പണം വാങ്ങുന്ന ഒരു രീതി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഇത്തവണത്തെ റിട്ടേണിൽ അത് ഫയൽ ചെയ്യേണ്ടി വരുമായിരിക്കും. അങ്ങനത്തെ ആൾക്കാർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നേരത്തെ സുജ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഈ സ്വർണം വിറ്റിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ വീട് വെച്ചിട്ടുണ്ടാവും, വിദേശത്തേക്ക് പിള്ളേരെ പഠനത്തിനായിട്ട് പൈസ അയച്ചിട്ടുണ്ടാവും. അപ്പോൾ മിക്കവാറും ഇതൊരു ഹ്യൂജ് എമൗണ്ട് ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരാൾ ചിലപ്പോൾ 40 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഒക്കെ ചിലപ്പോൾ സ്വർണം വിറ്റിട്ടുണ്ടായിരിക്കും. അപ്പോൾ വിൽക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് വാങ്ങിയിരിക്കുന്നത് ചിലപ്പോൾ ചെറിയൊരു എമൗണ്ടൊക്കെ കൊടുത്തിട്ടായിരിക്കും. ചിലപ്പോൾ 5 ലക്ഷത്തിനോ 10 ലക്ഷത്തിനോ കൊടുത്തിട്ടായിരിക്കും സ്വർണം വാങ്ങിച്ചേക്കുന്നത്, വിറ്റേക്കുന്നത് 50 ലക്ഷത്തിനായിരിക്കും. അപ്പോൾ ഇതിൽ ആ ഡിഫറൻസ് ഉണ്ടല്ലോ, ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇതൊരു ക്യാപിറ്റൽ ഗെയിൻ ആണ്. അപ്പോൾ ഈ ക്യാപിറ്റൽ ഗെയിൻ കാണിച്ചുകൊണ്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സ്ക്രൂട്ടിനിയുടെ ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണ്, അപ്പോൾ പറയുകയാണ് ഓക്കെ ഈ 50 lakhs എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്കിത് സ്വർണം വിറ്റതാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം, ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സെനാരിയോ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സ്വർണം വിറ്റ ആളുകൾ ഡെഫിനറ്റ്ലി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ആ ഒരു എലമെൻറ്റ് കാണിച്ച് ടാക്സ് അടയ്ക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ടാക്സ് അടച്ച് പോവുക. ഇനി അവരറിയിച്ചില്ല, പലർക്കും അറിയുന്നുണ്ടാവില്ല, പെട്ടെന്ന് കയ്യിലിരുന്ന സ്വർണ്ണമൊക്കെ അവരങ്ങ് വിറ്റ് കാശാക്കി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു, അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല, ഇതേക്കുറിച്ച് അവർ ബോധവാന്മാരായിരിക്കില്ല. ഇത്തരം ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുക? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് ചെയ്യുക? അതിൽ 2 സെനാരിയോ വരുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചില സെനാരിയോയിൽ പലരും ചിലപ്പോൾ ക്യാഷായിട്ടൊക്കെ ചിലപ്പോൾ ഇത് കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സ്വർണം വിൽക്കുന്നത് ചിലപ്പോൾ ലോക്കലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ക്യാഷൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതിന് എത്ര പരിധിയാണ് ഉള്ളത്? അതിൻ്റെ പരിധി എന്ന് പറയുന്നത് ആക്ച്വലി പെർ ഡേ 2 lakhs ആണ് അതിൻ്റെ പരിധി വരുന്നത്. ഒരാൾക്ക് ക്യാഷായിട്ട് സ്വീകരിക്കാവുന്നതിൻ്റെ പരിധി 2 ലക്ഷം രൂപയാണ്. അപ്പം സുബിനെ അങ്ങനെയാണെങ്കിൽ ഒരു പവനോ ഒരു 1.5 പവനോ വിൽക്കുന്നവർ പോലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ 2 പവൻ വിറ്റാൽ തന്നെ 2 ലക്ഷം അല്ലെങ്കിൽ അതിലും കൂടുതൽ വരാനായിട്ട് സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം ചിലപ്പോൾ പലപ്പോഴും നമ്മൾ ഒരുപാട് പേരെ ഇത്തവണ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പം എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇപ്പോൾ 2 ലക്ഷമോ ചിലപ്പോൾ ഒരു 10 ലക്ഷം 10 പവൻ വിറ്റു എന്ന് കരുതും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10-12 ലക്ഷം രൂപ ചിലപ്പോൾ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ, ഈ 12 ലക്ഷം രൂപ കൊണ്ട് ഇദ്ദേഹം ബാങ്കിലിട്ടു എന്ന് കരുതും. അപ്പോൾ അടുത്ത ട്രിഗർ പോയിൻ്റ് അതാണ്, അതായത് നമ്മൾ എബവ് 10 lakhs ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു, എന്നിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു നോട്ടീസ് വരും. അപ്പോൾ എന്താണ് ഇതിൻ്റെ സോഴ്സ് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ സോഴ്സ് ചോദിക്കുമ്പോൾ നമ്മൾ സ്വർണം വിറ്റതാണ്. ഓക്കെ, അപ്പോൾ സ്വർണം വിറ്റതാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? അവിടെ ഒരു ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? സ്വർണം വിറ്റു, എൻ്റെ സ്വർണ്ണമാണെന്ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? പ്രത്യേകിച്ച് ഇപ്പോൾ കള്ളക്കടത്ത് പോലെയൊക്കെയുള്ള പരിപാടികൾ, നമ്പർ 2 സ്വർണ്ണത്തിൽ ഒരുപാട് നമ്പർ 2 ബിസിനസ്സൊക്കെ നടക്കുന്ന സമയമാണ്. നമുക്ക് എങ്ങനെ അതിനെന്താ ചെയ്യേണ്ടത്? അതിൽ നമുക്ക് ചെയ്യേണ്ട ഒരു മാറ്റർ എന്ന് പറയുന്നത്, നമുക്ക് ബെറ്റർ നമ്മളിപ്പോൾ സ്വർണം വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടേതായ ഒരു റെസീറ്റോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാമല്ലോ, ഓക്കെ ഇത് ഞാൻ ഇന്ന ഡേറ്റിൽ വാങ്ങിച്ച സ്വർണ്ണമാണ്. അപ്പോൾ അതിൻ്റെ നമുക്കൊരു ഡോക്യുമെൻറ്റ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ബില്ലും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഞാൻ ഇത്ര രൂപയ്ക്ക് വാങ്ങിച്ച സ്വർണ്ണമാണ്. ഇപ്പോൾ 2003 ഒരു 2000 രൂപയോ അല്ലെന്നുണ്ടെങ്കിൽ പെർ ഗ്രാമിന് 1500 രൂപയോ 2000 രൂപയോ ഉള്ളപ്പോൾ വാങ്ങിച്ച സ്വർണ്ണമാണ്. അതിന് ഇപ്പോൾ നമ്മൾ വിൽക്കുന്നത് 10,000 രൂപയ്ക്കാണ്, 12,000 രൂപയ്ക്കാണ് എന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മുടെ കയ്യിലൊരു ഡോക്യുമെൻ്ററി എവിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് അത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. മേ ബി പർച്ചേസിൻ്റെ ഇതില്ലെങ്കിൽ പോലും നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ, കാരണം 10-20 കൊല്ലം മുമ്പൊക്കെ ഉള്ള ബില്ലൊക്കെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കറക്റ്റ് ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് വാങ്ങിച്ചു വയ്ക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ബാങ്ക് നമുക്ക് തരുമോ? തരും. നമ്മുടെ കയ്യിൽ നമുക്ക് സെയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജ്വല്ലറിയിൽ നമുക്ക് അതിന് ബില്ല് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആരാണോ അത് വെൻഡേഴ്സ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അവരുടെ ഒരു ബില്ല് വാങ്ങിച്ചു വയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. സബ്സിക്വൻ്റ്ലി ഇപ്പോൾ ക്യാഷ് ഡെപ്പോസിറ്റ് ആവണം തന്നെ നിർബന്ധമില്ല. അപ്പോൾ ചിലപ്പോൾ ചില ആളുകൾ ചിലപ്പോൾ ഗോൾഡ് വിറ്റ് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ചിലപ്പോൾ ക്രെഡിറ്റ് ചെയ്ത് തരും. അല്ലെ, സ്വർണം വിറ്റാൽ അതിൻ്റെ ക്യാഷ് ട്രാൻസാക്ഷൻ ഒരു പരിധിയില്ലേ?
2 ലക്ഷം രൂപ 2 lakhs റുപ്പീസിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില ആളുകൾ ചിലപ്പോൾ 2 lakhsന് തന്നെ ചെറിയൊരു ടാക്കിൾ ചെയ്തിട്ട് ചിലപ്പോൾ 6 ട്രാൻസാക്ഷനായിട്ട് 6 ദിവസങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ 2 lakhs വെച്ചിട്ട് ഇൻറ്റു 6 അപ്പോൾ 12 lakhs വന്നല്ലോ, നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് വന്നു. അപ്പോൾ 12 lakhs കൊണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ ചിലപ്പോൾ ഇൻകം ടാക്സിന് വേറെ നോട്ടീസ് വരും. അപ്പോൾ ഇനി അതല്ല നമ്മൾ പറ്റില്ല. ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വളരെ ഇൻ്റലിജൻ്റ് ആണ്, നമ്മളെക്കാട്ടും വളരെ ഇൻ്റലിജൻ്റ് ആണ്. അപ്പോൾ അതെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ 12 lakhs ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ട് തന്നെ വന്നു എന്ന് വിചാരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു സ്ക്രൂട്ടനിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മുടെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വെരിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്താണ് ഈ 12 lakhs റുപ്പീസ്. അപ്പോൾ നമുക്കിപ്പോൾ ഇത് ഗോൾഡ് വിറ്റതാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് പ്രൂവ് ചെയ്യണമല്ലോ, ഇത് ഗോൾഡ് വിറ്റതാണെന്ന് പ്രൂവ് ചെയ്യണ്ടേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ അതിൻ്റേതായ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റുകൾ നമ്മുടെ കയ്യിൽ വേണം എന്നർത്ഥം. ഓക്കെ, സാധാരണക്കാർ ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അല്ലേ. അപ്പം ഇത്തവണ ഒരു പക്ഷേ പിടി വരാൻ സാധ്യത കൂടുതലായിരിക്കും. വളരെ കൂടുതലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഇതുപോലെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ റിട്ടേൺ ഫയൽ ചെയ്യുമ്പം കയ്യിലെടുത്ത് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, അല്ലെ മനസ്സിലൊന്ന് തയ്യാറെടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻകം ടാക്സിൻ്റെ പോർട്ടൽ ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഇൻകം ടാക്സിൻ്റെ ലോഗിനിൽ നമ്മൾ ഇൻകം ടാക്സിൻ്റെ പോർട്ടലിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് നമ്മളെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ അവിടെ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആണെന്ന് വിചാരിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്കിപ്പോൾ 3-4 സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ചില അക്കൗണ്ടുകളൊക്കെ ഇതെല്ലാം ഒരുമിച്ച് അവിടെ നമുക്ക് വ്യൂ ചെയ്യാം, അവിടെ കാണാനായിട്ട് പറ്റും. മാത്രമല്ല ചില അക്കൗണ്ടുകളൊക്കെ ചിലപ്പോൾ 5, 10, 20 കൊല്ലം മുമ്പ് നമ്മൾക്ക് തുടങ്ങിയ അക്കൗണ്ടുകളുണ്ടോ, നമുക്ക് തന്നെ അറിയുണ്ടാവില്ല ഇങ്ങനൊരു ബാങ്ക് അക്കൗണ്ട് നമ്മുടെ പേരിലുണ്ടെന്നുള്ളത്. അതവർ നമ്മുടെ പാൻ വെച്ച് ഫെച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു 1000 റുപ്പീസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ബാലൻസ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ചിലപ്പോൾ 30-40 രൂപയൊക്കെ ചിലപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇൻക്ലൂഡിങ് അതടക്കം നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇന്ന ബാങ്കിൽ നിന്ന് നമുക്ക് ഇത്ര ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഈ കംപ്ലീറ്റഡ് ഇൻഫർമേഷൻ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ നമ്മൾ എത്ര ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, എത്ര ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്, എത്ര ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളുണ്ട്, അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻസ് കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടോ, ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ് ഉണ്ടോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കോവിഡിനൊക്കെ ശേഷം ഒരുപാട് ആളുകൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഷോർട്ട് ടൈമോ ലോങ് ടൈമോ ഒക്കെ ആയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രോക്കറുടെ കയ്യിൽ ചെയ്യുന്ന ആ കംപ്ലീറ്റ് അതിൻ്റെ ഒരു മിറർ ഇമേജ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് നമുക്ക് ഇവിടെ കിട്ടും. ഇപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഏത് ഷെയർ എത്ര രൂപയ്ക്ക് വാങ്ങി, എത്ര രൂപയ്ക്ക് കൊടുത്ത്, എത്ര രൂപയിൽ ലാഭം കിട്ടി, ഇതടക്കം നമ്മുടെ ഈ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിലുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണേക്കാട്ടും മുമ്പ് നമ്മൾ ഇതൊന്ന് നോക്കാം. ഇതൊന്ന് നോക്കിയിട്ട് നമ്മൾ ഫയൽ ചെയ്യുന്നത് ഇതായിട്ട് മാച്ചിങ് ആണ് എന്ന് നമ്മളൊന്ന് കൺഫേം ചെയ്തതിന് ശേഷം ഫയൽ ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാം. ഇനി മിസ്മാച്ച് വന്നാൽ എന്ത് ചെയ്യും? മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ ഇതിൽ 2 സെനാരിയോ വരാനായിട്ട് സാധ്യതയുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ അതിലുള്ളൊരു ഇൻഫർമേഷൻ, കാരണം ഡിപ്പാർട്ട്മെൻ്റ് ആയാലും പല സ്ഥലങ്ങളിൽ നിന്നാണല്ലോ ഇൻഫർമേഷൻ എടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ മേ ബി അതിൽ ചിലപ്പോൾ നമ്മളുടേതല്ലാത്തൊരു ഇൻഫർമേഷൻ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു പാൻ തെറ്റി കൊടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ പലപ്പോഴും വരാറുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നമ്മളുടെ പേരിൽ ചിലപ്പോൾ ഒരു ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഇപ്പോൾ ഇൻഫർമേഷൻ കൊടുത്ത ആൾ പാൻ തെറ്റി കൊടുത്താലും അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ഭയങ്കര വിജിലൻ്റ് ആയിട്ട് നോക്കണം. അപ്പോൾ അത് നമ്മൾ ഈ കംപ്ലീറ്റ് ഇൻഫർമേഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കണം. അപ്പോൾ അത് ഇൻഫർമേഷൻ തെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഫീഡ്ബാക്ക് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഇൻഫർമേഷൻ റോങ് ആണ് എന്ന് പറഞ്ഞിട്ട് ഫീഡ്ബാക്ക് കൊടുക്കാം. ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ചില കേസിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഡീൽ ചെയ്യാത്ത ഷെയറൊക്കെ നമ്മൾ സെല്ല് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ വരും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം ഓക്കെ ഇത് നമ്മളുടെ അല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഫീഡ്ബാക്ക് കൊടുക്കാം. അപ്പോൾ അവർ ചെക്ക് ചെയ്ത് അവർ തന്നെ അത് കറക്റ്റ് ചെയ്തോളും. നമ്മൾ അതിന് വേണ്ടി ഇടപെടേണ്ട കാര്യമില്ല. നമ്മളത് റോങ് ഇൻഫർമേഷൻ ആണെന്ന് പറഞ്ഞ് നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കാം. പക്ഷേ നമ്മുടെ കയ്യിൽ കറക്റ്റ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ ഞാൻ 10 ഷെയർസിലാണ് ഡീൽ ചെയ്തേക്കുന്നത്. അവിടെ തന്നിരിക്കുന്നതിൽ 12 ഷെയർസ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ പറയാം എൻ്റെ കയ്യിൽ 10 ഉള്ളൂ, അപ്പോൾ ഇതാണ്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് റിക്കൺസിൽ ചെയ്യാനായിട്ട് പറ്റണം. അതായത് നമ്മുടെ നിലപാടുകൾ സത്യസന്ധമായിരിക്കണം, സത്യസന്ധമാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റണം എന്നർത്ഥം. അപ്പോൾ അതാണ് ഒരു ഇൻഫർമേഷൻ. അടുത്ത സെനാരിയോ എന്ന് പറയുന്നത് മേ ബി ചിലപ്പോൾ അവരുടെ ഡാറ്റ കറക്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പം നമുക്കിപ്പോൾ ഓഫ് മാർക്കറ്റ് ട്രാൻസാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ചിലപ്പോൾ മേ ബി ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനൊരു ഡാറ്റ ഇല്ല എന്ന് വിചാരിക്കും. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു IPO വഴിയൊക്കെ ഷെയർ കിട്ടി, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ട്രാൻസ്ഫറൊക്കെ ആയിട്ട് വന്നു എന്ന് വിചാരിക്കും. ഇപ്പോൾ റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഷെയർസ് ട്രാൻസ്ഫർ ആയിട്ട് വന്നു. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ബൈ ആയിട്ടുണ്ടാവില്ല, പക്ഷേ സെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചില സിറ്റുവേഷൻസിൽ അങ്ങനെയും വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാം, നമ്മൾ ഓവറോൾ ചെക്ക് ചെയ്തിട്ട് ചില നമ്മുടെ ഇൻഫർമേഷൻ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് റിജക്റ്റ് ചെയ്യാം. ആണെന്നുണ്ടെങ്കിൽ നമ്മളത് അക്കോമഡേറ്റ് ചെയ്തിട്ട് വേണം ഫയൽ ചെയ്യാനായിട്ട്. ഓക്കെ, ഈ ഫോം 26AS
AS-ഉം രണ്ടെണ്ണം അല്ലേ ഉള്ളത്? ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അതോ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് രണ്ടും നിലകൊള്ളുന്നത്? 26 AS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ബ്രീഫായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഇപ്പോൾ നമുക്ക് നമ്മുടെ TDS പിടിച്ചതായിട്ട് ബന്ധപ്പെട്ടിട്ട് മെയിൻലി നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു ബാങ്കാണ്, അപ്പോൾ ബാങ്ക് ഇത്ര രൂപ നമുക്ക് ഇൻട്രസ്റ്റ് തന്നു, 1 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് തന്നു, 10,000 രൂപ TDS പിടിച്ചു. അല്ലെങ്കിൽ നമ്മുടെ സാലറി നമുക്ക് 15 ലക്ഷമാണ് സാലറി, അതിൽ 1.5 ലക്ഷം രൂപ TDS പിടിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ആയിരിക്കും 26 AS ഉണ്ടായിരിക്കാം. അതായത് ഇതാണ് നമുക്ക് തന്നേക്കുന്നത്, ഇത്രയാണ് TDS. മെയിൻലി 26 AS അതാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. പക്ഷേ AS എന്ന് പറയുന്നുണ്ടല്ലോ, അതിൻ്റെ ക്യാൻവാസ് ഭയങ്കര വലുതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഉണ്ടല്ലോ, നമ്മളെക്കുറിച്ച് കിട്ടിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും അവിടെ ഉണ്ടാവും, ഇൻക്ലൂഡിങ് ഈ TDS-ൻ്റെ ഇൻഫർമേഷൻ. അതായത് ഇപ്പോൾ 26 AS-ൻ്റെ ഇൻഫർമേഷൻ അടക്കം AS-ലുണ്ടാവും. AS-ൽ ഇത് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബാങ്കിൽ നിന്ന് എത്ര ഇൻട്രസ്റ്റ്, ഇവൻ TDS പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും എത്ര ഇൻട്രസ്റ്റ് കിട്ടി, അതേപോലെ തന്നെ നിങ്ങളൊരു പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടോ, ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ് ഉണ്ടോ, സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തൊക്കെ ചെയ്തു, ക്യാഷ് ഡെപ്പോസിറ്റ് ഉണ്ടോ, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടോ, എല്ലാ ഇൻഫർമേഷനും നമ്മൾ. അപ്പോൾ അതായത് നമ്മൾ ഫോം AS നോക്കിയില്ലെങ്കിൽ പോലും AS കൃത്യമായിട്ട് നോക്കിയിരിക്കണം എന്നർത്ഥം. AS കംപ്ലീറ്റ്ലി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് 26 AS ഓൾസോ. കാരണം അതിൽ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ TDS ആണ്. അപ്പോൾ ആ TDS തന്നെയാണ് 26 AS-ലും അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റാണ്. പിന്നെ ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ് റീഫണ്ട് കിട്ടും എന്നുള്ളത്. അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഒന്ന് പറയാം. നമ്മൾ റീഫണ്ട് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ റീഫണ്ട് കിട്ടില്ലല്ലോ. അപ്പോൾ പല ആളുകൾക്കും ഇപ്പോൾ TDS പിടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈവൻ TCS വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ കാർ വാങ്ങിച്ചു, ഇപ്പോൾ ഒരു NRI ആണെന്ന് വിചാരിക്കും, ഇദ്ദേഹം ഒരു 40-45 ലക്ഷത്തിന് കാർ വാങ്ങിച്ചു, ഇവിടെ പ്രത്യേകിച്ച് യാതൊരു വരുമാനവും ഇല്ല. അപ്പോൾ 40 ലക്ഷത്തിന് കാർ വാങ്ങിച്ചാൽ 40,000 രൂപയുടെ TCS ഉണ്ടായിരിക്കും. അപ്പോൾ ഇദ്ദേഹം വരുമാനം ഒന്നുമില്ലെങ്കിൽ പോലും റിട്ടേൺ ഫയൽ ചെയ്താൽ ഈ പൈസ തിരിച്ച് കിട്ടും, 40,000 രൂപ തിരിച്ച് കിട്ടും. ഇനി അതർവൈസ് ഇപ്പോൾ നമുക്ക് അത്രയും വരുമാനമില്ല, പക്ഷേ നമ്മുടെ വരുമാനം 12 ലക്ഷത്തിലും താഴെയാണ്, പക്ഷേ നമുക്കൊരു 50,000-60,000 TDS പിടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്താലേ പോയിന്റ് നമ്പർ 1 തിരിച്ച് കിട്ടുള്ളൂ. ഫസ്റ്റ് പോയിന്റ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. ഇനി അടുത്ത മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിഫറബിളി നമ്മളൊരു ഡ്യൂ ഡേറ്റിനുള്ളിൽ തന്നെ ഫയൽ ചെയ്യാൻ നോക്കാം. പക്ഷേ ജൂലൈ 31 ആണ് നമ്മുടെ ഇൻഡിവിജ്വൽസിന്, ബിസിനസ് ഇൻകം ഇല്ല എന്നുണ്ടെങ്കിൽ ഡ്യൂ ഡേറ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഡ്യൂ ഡേറ്റിനുള്ളിൽ ഫയൽ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഡ്യൂ ഡേറ്റിനുള്ളിൽ ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ലേറ്റ് ഫീ വരാൻ സാധ്യതയുണ്ട്. നമ്മളൊരു 5 ലക്ഷത്തിലും താഴെയാണെങ്കിൽ 1000 രൂപ ലേറ്റ് ഫീ വരും, അതല്ല 5000 രൂപ ലേറ്റ് ഫീ വരും. അതായത് നമുക്ക് ലേറ്റ് ഫീയോട് കൂടി പിന്നെയും അടയ്ക്കാം, പിന്നെയും ഫയൽ ചെയ്യാം, അപ് ടു ഡിസംബർ വരെ നമുക്ക് ഫയൽ ചെയ്യാം. ഡിസംബർ 31 വരെ, ഡിസംബർ 31 വരെ നമുക്ക് ഫസ്റ്റ് റിട്ടേൺ, നമ്മുടെ ബിലേറ്റഡ് ആണെങ്കിൽ പോലും നമ്മുടെ ആദ്യത്തെ റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസംബർ 31 വരെ ഫയൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫയൽ ചെയ്തു. അപ്പോൾ ഇനി ഫയൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റീഫണ്ടിന് എലിജിബിൾ ആണ്, നമുക്ക് റീഫണ്ട് കിട്ടും. അടുത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് വെരിഫൈ ചെയ്യണം. റിട്ടേൺ നമ്മളൊരു ആധാർ OTP കൊടുത്തിട്ട് നമ്മൾ റിട്ടേൺ വെരിഫൈ ചെയ്യണം, എന്നാലാണ് നമുക്കതിന് മീൻസ് അത് പ്രോസസ്സ് ചെയ്യുള്ളൂ റിട്ടേൺ. അപ്പോൾ ഇതിൻ്റെ ഒരു സീക്വൻസ് വരണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നു, നമ്മൾ വെരിഫൈ ചെയ്യുന്നു. അപ്പോൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പാർട്ടിൽ കാര്യങ്ങൾ തീർന്നു. ഇനി ഡിപ്പാർട്ട്മെൻറ്റ് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് ആ റിട്ടേൺ പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ പറയുന്നു നമുക്ക് 60,000 രൂപ റീഫണ്ട് ഉണ്ട്. പ്രോസസ്സ് ചെയ്തിട്ട് പറയുന്നു ഓക്കെ 60,000 രൂപ റീഫണ്ട് ഉണ്ട്. ഇനി ഇത് റീഫണ്ട് തരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഒരു ബാങ്ക് അക്കൗണ്ട് പാനായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. പാൻ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അത് ആക്ച്വലി നമ്മുടെ ലോഗിനിൽ തന്നെ നമുക്ക് പ്രീ വാലിഡേറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബാങ്ക് അക്കൗണ്ടിനെ നമുക്ക് നമ്മുടെ മൈ പ്രൊഫൈലിൽ പോയിട്ട് നമുക്ക് പ്രീ വാലിഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് നമ്മൾ കഴിഞ്ഞ തവണ കൊടുത്തിരിക്കുന്നത് വേറെ ഏതെങ്കിലും ബാങ്കിൻ്റെ ആയിരിക്കും, ആ ബാങ്ക് ചിലപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും ആ അക്കൗണ്ട്, അങ്ങനെയാണെങ്കിൽ പുതിയത് കൊടുക്കാൻ പറ്റും. പുതിയത് കൊടുക്കുക. അപ്പോൾ നമ്മളെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻ അറിയാവുന്ന കാരണം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഏതൊക്കെയാണെന്ന് അവർക്ക് അറിയാം. അപ്പോൾ അത് പക്ഷേ നമ്മൾ പ്രിഫർ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ എനിക്ക് 5 ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഞാനത് എല്ലാ അക്കൗണ്ടും പാനായിട്ട് ലിങ്ക്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്തിട്ടുള്ളൊരു, അങ്ങനെ പ്രീ വാലിഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമേ എന്ത് വരുള്ളൂ, റീഫണ്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം അത് നോക്കണം. അപ്പോൾ നമ്മൾ റീഫണ്ട് ഉണ്ട് അല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് റീഫണ്ട് കിട്ടണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കണം, അത് പാനായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം, അത് പ്രീ വാലിഡേറ്റഡ് ആയിരിക്കണം. ഈ കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ പ്രോസസ്സ് ചെയ്തു റീഫണ്ട് ആണെന്ന് വിചാരിക്കും. അപ്പോൾ വിത്ത് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ റീഫണ്ട് കിട്ടുന്നത്, ചിലപ്പോൾ 60,000 എന്നുള്ളത് 62,000 ആവാം. അപ്പോൾ സബ്സിക്വൻ്റ്ലി നമുക്ക് പ്രീ വാലിഡേറ്റ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് റീഫണ്ട് വരും. ഇങ്ങനെയാണ് ആ റീഫണ്ടിൻ്റെ പ്രോസസ്സ് വരുന്നത്. ഈ റിട്ടേൺ ഫയൽ ചെയ്ത സമയത്ത് നമ്മൾ ഈ ബാങ്ക് അക്കൗണ്ട് കൊടുത്തില്ല എന്ന് വിചാരിക്കുക, നമുക്കതേക്കുറിച്ച് അറിയില്ലായിരുന്നു, പിന്നീട് ആരോടെങ്കിലും സംസാരിക്കുമ്പോഴാണ് ഈ കാര്യം അറിയുന്നത്. അപ്പം നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അത്
ആ അക്കൗണ്ട് കൊടുക്കാൻ പറ്റുമോ? നമുക്കത് ആഡ് ചെയ്യാം. അതായത് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ സുജി പറഞ്ഞ പോലെ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തു, നമ്മൾ ബാങ്ക് അക്കൗണ്ട് കൊടുത്തില്ല, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ബാങ്ക് അക്കൗണ്ട് തെറ്റായിരുന്നു, അല്ലെങ്കിൽ പാനായിട്ട് ലിങ്ക്ഡ് ആയിരുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു റീഫണ്ട് ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫെയിലിയർ വരും. അവർ പറയും അതായത് നിങ്ങളുടെ റീഫണ്ട് ഫെയിലിയർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് സബ്സിക്വൻ്റ്ലി നമ്മുടെ ഒരു ബാങ്ക് അക്കൗണ്ട് പ്രീ വാലിഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്കൊരു റീഫണ്ട് റീ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ജസ്റ്റ് റീഫണ്ട് റീ ഇഷ്യൂ കൊടുക്കുക, ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പൈസ വരേണ്ടതെന്ന് കൊടുക്കാം. നമുക്ക് സബ്സിക്വൻ്റ്ലി നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇപ്പോൾ 5-6 മാസമൊക്കെ കഴിഞ്ഞാലും കുഴപ്പമില്ല. ആ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. അത് നമുക്ക് കിട്ടും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പലരും ചിലപ്പം റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വൈകിപ്പോയി. അങ്ങനെ ഇവരിത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് നിയമപരമായിട്ട് തെറ്റാണോ? എന്താണ് സംഭവിക്കുക? ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ലയബിൾ ആണ്, എന്നിട്ട് ഫയൽ ചെയ്യുന്നില്ല എന്ന് കരുതും. ഇപ്പോൾ സേ ഒരാൾ 4 lakhs കൂടുതൽ വരുമാനമുണ്ട്, അങ്ങനെയാണെങ്കിൽ ആൾ ലയബിളാണ്. എന്നിട്ട് റിട്ടേൺ ഫയൽ ചെയ്യണില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ആദ്യം നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ AS ഉണ്ടല്ലോ, അപ്പോൾ ASൽ എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ടെന്നായിരിക്കും നോക്കാം. സേ ഇപ്പോൾ ഒരാൾ ഹെവിലി ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിട്ടുണ്ട്, 10, 12, 20, 25 ലക്ഷത്തിനൊക്കെ സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്നിട്ടും റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഒരാൾക്ക് മോർ ദാൻ 10 lakhs FD ഉണ്ട്, അല്ലെങ്കിൽ സ്ഥലം വിറ്റിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സെനാരിയോ ഇവിടെ ASൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഫയൽ ചെയ്യുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടീസ് അയക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫയൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു ടൈം ഫ്രെയിം ഉണ്ട്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യാം. നമുക്ക് നോട്ടീസ് കിട്ടി, നമ്മൾ എന്താ ചെയ്യേണ്ടത്? നോട്ടീസ് കിട്ടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോട്ടീസ് ഒരു റിമൈൻഡർ പോലെയാണ് വരിക. അതായത് ഇപ്പോൾ സേ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇൻഫർമേഷൻ കാണുന്നുണ്ട്, നിങ്ങൾ ഫയൽ ചെയ്തതായിട്ട് കാണുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫയൽ ചെയ്യാം. അപ്പോഴും നമുക്ക് സേ ഇപ്പോൾ December 31 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോഴും ഒരു ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാം. അതായത് ഈ ജൂലൈ കഴിഞ്ഞാലും ഓഗസ്റ്റ് കഴിഞ്ഞാലും. ഇനി December 31 കഴിഞ്ഞിട്ടാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. നമ്മൾ റിട്ടേൺ ഒന്നും ഫയൽ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കും. ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഈ വരുമാനം കാണിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും റിട്ടേൺ ഫയൽ ചെയ്യാം. വീണ്ടും പിന്നെയും നമ്മൾ ഫയൽ ചെയ്യുന്നില്ലെങ്കിലാണ് അതൊരു കോംപ്ലിക്കേഷനിലേക്കൊക്കെ പോകാനായിട്ട് സാധ്യതയുള്ളത്. നമ്മൾ മുമ്പ് NRIസിൻ്റെ കാര്യം പറഞ്ഞു. അവരൊരു വണ്ടി വാങ്ങുവാണ്, ഇവിടെ ആസ്തിയൊന്നും ഇല്ലെങ്കിൽ പോലും അവർ വണ്ടി വാങ്ങുവാണെന്നുണ്ടെങ്കിൽ അവർ റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞു. വേറെ എന്തൊക്കെ കാര്യങ്ങളിലാണ് NRIകൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഒരു സാഹചര്യം വരിക? കാര്യം അവർക്കിവിടെ വലിയ ട്രാൻസാക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അങ്ങനെ വരിക? NRI എപ്പോഴാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇവിടെ നാട്ടിൽ എന്തെങ്കിലും വരുമാനം ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. അപ്പോൾ അതിൽ 2 കാര്യങ്ങളുള്ളതെന്ന് പറയുന്നത്, നാട്ടിലുള്ള വരുമാനം എന്ന് പറയുന്നത് ഐദർ ചിലപ്പോൾ ഒരു വാടക വരുമാനം കിട്ടുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്കൊരു ഇൻട്രസ്റ്റ് ഇൻകം, ഇങ്ങനെയൊക്കെയുള്ള വരുമാനങ്ങൾ ഉണ്ടായിരിക്കും. അതായത് സ്ലാബ് റേറ്റിലുള്ള വരുമാനങ്ങൾ ഉണ്ടായിരിക്കും, സ്പെഷ്യൽ റേറ്റിലല്ലാത്തത്. അപ്പോൾ ആ വരുമാനം 4 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട. ഒരാൾക്കൊരു വാടകയുണ്ട്, 2 ലക്ഷം രൂപ വാടകയുള്ളൂ, അപ്പോൾ 4 ലക്ഷത്തിലും താഴെയാണല്ലോ. അപ്പോൾ റിട്ടേൺ, അതായത് ഇവിടെ നാട്ടിൽ വരുമാനമുണ്ട് പക്ഷേ ബേസിക് എക്സംഷനും താഴെയാണ്, അപ്പോൾ ആ സിറ്റുവേഷനിൽ ഫയൽ ചെയ്യേണ്ട. പക്ഷേ ഫ്ലാറ്റ് റേറ്റിലുള്ള വരുമാനങ്ങളാണെന്ന് വിചാരിക്കും. ഉദാഹരണത്തിന് ക്യാപിറ്റൽ ഗെയിൻ ആണെന്ന് വിചാരിക്കും. ഒരാൾ സ്വർണം വിറ്റു, ചിലപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് സ്വർണം വിറ്റിട്ടുള്ളൂ, 10,000 രൂപ 20,000 രൂപ ചിലപ്പോൾ ലാഭം ഉണ്ടാവും. പ്രോപ്പർട്ടി വിറ്റു, ഇതൊക്കെ ക്യാപിറ്റൽ ഗെയിൻ ആണല്ലോ. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ടൈമോ ലോങ് ടൈമിലോ ഗെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടില്ല? അവിടെ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ആണ്. അപ്പോൾ അത് കാരണം തന്നെ ബേസിക് എക്സംഷൻ്റെ ആ ഒരു കുഷ്യൻ നമുക്കവിടെ കിട്ടില്ല. അപ്പോൾ അത് 1 ലക്ഷം രൂപയാണ് ഒരാൾക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ വന്നതെന്ന് വിചാരിക്കും. ആ ബേസിക് എക്സംഷൻ ഇല്ല, അവിടെ 20% ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 20,000 രൂപ അടയ്ക്കണം. അപ്പോൾ NRI എപ്പോഴാണ് ഫയൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് ലയബിലിറ്റി ഉണ്ടോ എന്നാണ് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ ടാക്സ് ലയബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റിട്ടേൺ ഫയൽ ചെയ്യണം. ഇനി NRIs തിരിച്ച് നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. അവർക്ക് അവർ ജീവിച്ചിരുന്ന രാജ്യത്ത് എന്തെങ്കിലും തരത്തിലുള്ള ആസ്തി ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സമയത്ത് അവരിവിടെ അത് കാണിക്കണോ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത്? തീർച്ചയായിട്ടും കാണിക്കണം. അതിപ്പോൾ ഒരു ലാസ്റ്റ് 2-3 years ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്ററാണ്. അതായത് NRIs ഇപ്പോൾ ഗൾഫിലോ അല്ലെങ്കിൽ പല സ്ഥലത്തൊക്കെ ചിലപ്പോൾ അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ആസ്തികളുണ്ടാവും. അപ്പോൾ അവരിവിടെ നാട്ടിൽ വന്നിട്ട് അവർ റെസിഡൻ്റ് ആണെന്ന് വിചാരിക്കും. പക്ഷേ അവർ NRI സ്റ്റാറ്റസ് ആണെങ്കിൽ കാണിക്കണ്ട, കാരണം അത് അവിടുത്തെ ഇതല്ലേ. ഞാനും ചോദിച്ചത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപാട് പേര് മടങ്ങി പോരുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് താമസിക്കാൻ വേണ്ടി തന്നെയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ അവരുടെ സ്റ്റാറ്റസ് റെസിഡൻ്റ് ആണെന്ന് വിചാരിക്കും. ഇപ്പോൾ ദുബായിലുള്ള ഒരാൾ, അദ്ദേഹത്തിന് അവിടെ ഒരു ഫ്ലാറ്റ് സ്വന്തമായിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, എന്നിട്ട് അദ്ദേഹം ഇവിടെ നാട്ടിൽ വന്ന് ഇപ്പോൾ റെസിഡൻ്റ് ആണ്. അപ്പോൾ ഈ ഫോറിൻ അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ഈ ഫോറിൻ അസറ്റ്സിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസുകൾ കാണിക്കണം.
അതായത് ഒരു ആൾ റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ, കാരണം ഈ ഒരു ഇൻഫർമേഷൻ ഓൾറെഡി ഡിപ്പാർട്ട്മെൻറ്റിന് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടീസ് വരാൻ അതിൽ കോംപ്ലിക്കേഷനിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് യൂട്യൂബർമാരായിട്ടുണ്ട്, യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടാവും അവർക്ക് പലതരത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അത് ശരിക്കും ഫോറിൻ ഇൻകമാണ് അവർക്ക് കിട്ടുന്നത്. അങ്ങനെയുള്ളവർ അതെങ്ങനെയാണ് ഈ റിട്ടേണിൽ കാണിക്കേണ്ടത്? അല്ല, അവരുടെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻകം കിട്ടുന്നത് ഇന്ത്യയിലാണ്. ഇപ്പോൾ അവരുടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ ഇന്ത്യയിലുള്ളൊരു ബാങ്ക് അക്കൗണ്ടിലാണല്ലോ വരുമാനം വരുന്നത്. അപ്പോൾ അത് കാരണം തന്നെ ഫോറിനിൽ നിന്നാണ് വരുമാനം എന്നുണ്ടെങ്കിൽ പോലും ഇറ്റ്സ് റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണം തന്നെ ഇവർ ആ വരുമാനം കാണിച്ചുകൊണ്ട് വേണം ഫയൽ ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ അറിയുന്ന പല ആളുകളും, അതായത് വലിയ ചിലപ്പോൾ മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ റവന്യൂ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ വരുമാനം മുഴുവൻ കാണിച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, അവർ ഫയൽ ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഇന്ത്യൻ ഇൻകം തന്നെയാണ്, ഫോറിനിൽ നിന്നാണ് വരുന്നുണ്ടെങ്കിൽ പോലും റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണ്. ആ പൈസ നമ്മുടെ അവരുടെ ഇവിടുത്തെ ബാങ്ക് അക്കൗണ്ടിലാണ് കിട്ടണം. ഇപ്പം ഡോളറിലൊക്കെ ആയിരിക്കുമല്ലോ പേയ്മെൻറ്റ്, അത് നമ്മൾ ഇപ്പം റിട്ടേണിൽ ഫയൽ ചെയ്യുമ്പോഴൊക്കെ എങ്ങനെയാണ് അത് കാണിക്കേണ്ടത്? അതിലെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നമുക്കിപ്പോൾ നോർമലി ഇപ്പോൾ നമ്മൾ തന്നെ ഫയൽ ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ റിട്ടേണുകളുണ്ട്. അപ്പോൾ അതിൽ നോർമലി ഇപ്പോൾ ഇപ്പോൾ ഒരു $1,000 വെച്ചിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 lakh rupee വെച്ചിട്ട് ഒരു മാസം കിട്ടുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 12 lakhs rupeesൻ്റെ അടുത്ത് ഒരു വർഷം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ആക്ച്വലി ഒരു ബിസിനസ് ആയിട്ടാണ് നമ്മളിത് ട്രീറ്റ് ചെയ്യുന്നത്, കാരണം ബിസിനസ് ഇൻകം പോലെ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഇത് 12 lakhs ടാക്സബിൾ ആണെന്ന് വെച്ചാൽ അങ്ങനെയല്ല, കാരണം ഇത് റൺ ചെയ്യാനായി, ഷോ റൺ ചെയ്യാനായിട്ട് ഇവർക്ക് കുറച്ച് എക്സ്പെൻസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഡെഫിനറ്റ്ലി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ആ ഒരു എക്സ്പെൻസ്, ഇതൊരു ബിസിനസ്സോ പ്രൊഫഷനായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ആ എക്സ്പെൻസ് അവർക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എക്സ്പെൻസ് കുറച്ചിട്ട് വരുന്ന നെറ്റ് ഇൻകം 12 ലക്ഷം കിട്ടിയിട്ടുണ്ട്, 4-5 ലക്ഷം രൂപ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് ആ നെറ്റ് ഇൻകത്തിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്താൽ മതി, ടാക്സ് അടച്ചാൽ മതി. നമ്മൾ ഈ റീഫണ്ട് കിട്ടുന്നതിനൊക്കെ ആയിട്ട് ജോയിൻ്റ് അക്കൗണ്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുക? റീഫണ്ട് കിട്ടാനായിട്ട് ജോയിൻ്റ് അക്കൗണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പാൻ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഹസ്ബൻഡിൻ്റെ പേരിലാണ് റിട്ടേൺ ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ പാൻ ലിങ്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ബാങ്ക് അക്കൗണ്ടിൽ 2 പാൻ ലിങ്ക് ചെയ്യാൻ പറ്റില്ല, ഒരു പാനേ ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ജോയിൻ്റ് അക്കൗണ്ടാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല, പക്ഷേ ഹസ്ബൻഡിൻ്റെ പാൻ തന്നെയാണ് ലിങ്ക് ചെയ്തേക്കണമെന്ന് നമ്മൾ എൻഷുർ ചെയ്യും, ഉറപ്പാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ റീഫണ്ട് കിട്ടില്ല. ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് നിർത്താമെന്ന് തോന്നുന്നു. സെൽഫ് ഫയലിംഗ് ചെയ്യുന്ന രീതി ഇപ്പോൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും തെറ്റോ അബദ്ധങ്ങളോ ഒക്കെ വന്നാൽ എന്താ ചെയ്യേണ്ടത്? സെൽഫ് ഫയലിംഗ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ITR 1 എന്നുള്ളൊരു ഫോമാണ്, ഇപ്പോൾ സാലറി അങ്ങനത്തെയുള്ള ഫോമുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഈസിയാണ്, നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ, നമ്മൾ ലോഗിൻ ചെയ്യുക, ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്താം. ഇപ്പോൾ അതിൽ സാലറിയുടെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സാലറിഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു 15 ലക്ഷം രൂപ സാലറി ഉണ്ട്. അപ്പോൾ ഈ 15 ലക്ഷം രൂപ സാലറി ഉണ്ടെങ്കിൽ 15 ലക്ഷം രൂപയുടെ TDS പിടിച്ചിട്ടുണ്ടായിരിക്കും അവിടെ ഡെഫിനറ്റ്ലി. അപ്പോൾ ഇദ്ദേഹം വിചാരിക്കുന്നത് ഞാനിനി ടാക്സ് ഒന്നും അടയ്ക്കണ്ട, കാരണം എനിക്ക് സാലറി മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ സാലറിയുടെ ടാക്സ് കമ്പനി പിടിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ വേറൊരു കാര്യം വരണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരാൾക്കും എന്തുണ്ടാവും, ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അപ്പോൾ ആളുടെ ടാക്സ് സ്ലാബ് 20% ആണെന്ന് വിചാരിക്കും. അപ്പോൾ 10,000 രൂപ ഇത് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ 2,000 രൂപ കൂടി എന്ത് ചെയ്യണം, ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. പരിധി കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ കാരണം ഇതിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ TDS ഒന്നും ബാങ്ക് പിടിച്ചിട്ടുണ്ടാവില്ല, സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ ഫയൽ ചെയ്യണം, ടാക്സ് അടയ്ക്കുകയും വേണം എന്നുള്ളതുണ്ട്. അപ്പോൾ ഈ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി ക്രോസ് വെരിഫൈ ചെയ്ത് ഇത് കറക്റ്റാണ്, നമ്മുടെ ഇൻഫർമേഷനാണ്, അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ട് വേണം സെൽഫ് ഫയലിംഗ് ചെയ്യുന്ന ആളുകൾ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഒരു നോട്ടീസ് വന്നാൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും അതിൽ. ഓക്കെ, റിട്ടേൺ സമർപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവെയുള്ള ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടികളാണ് സുബിൻ ഇപ്പോൾ തന്നത്. താങ്ക് യു സുബിൻ. ഓക്കെ.